യെസ്, കേണൽ ഡിന്നി, കലക്കവെള്ളത്ത് മീൻ പിടിക്കുകയല്ലേ ചൈന. ബംഗ്ലാദേശിലെ കലാപത്തിന് പിന്നിൽ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയാണ്, തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ്. അതാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ അവിടെ ഇവരെയൊക്കെ ഇളക്കി വിടുന്നതിന് പിന്നിൽ, കുത്തിത്തിരിപ്പിന് പിന്നിൽ ചൈനയുണ്ട്, മാത്രമല്ല പാകിസ്ഥാനും ഉണ്ട്, അമേരിക്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ബൈഡൻ മാറി പുതിയൊരു ഭരണാധികാരി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ട്രംപ് വന്നപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. എങ്കിലും അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അത് എത്രത്തോളം അത് കലക്കി അതിൽ നിന്ന് എന്തൊക്കെ ലാഭം കൊയ്യാം എന്നതിൽ ഗവേഷണം നടത്തുകയല്ലേ ചൈന? തീർച്ചയായിട്ടും ചെയ്യാനില്ല, അതിനകത്ത് യാതൊരു സംശയമില്ല. അവരവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടി അവരെന്തും ചെയ്യും എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അതിന് മുൻപ് ജസ്റ്റ് ഒരു കാര്യം മാത്രം ശ്രീ ഡോക്ടർ ജയരാജ് പറഞ്ഞു, അതായത് അവിടുത്തെ ചിന്മയ ദാസ് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ കാരണമാണ് അവരെ അതായത് ഇസ്കോൺ ഡിസോൺ ചെയ്തതെന്ന്. അപ്പൊ അതിന്റെ ഒരു പാരലായിട്ട് നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ നടന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ട് സംഭവത്തിൽ നമുക്ക് കണ്ടു. അവിടെ ആ ഒരു വിഷയം വന്നപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സഭയും മറ്റാളുകളും അതിനെ സമീപിച്ചത്, അദ്ദേഹത്തിന് ഒറ്റപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കാരണം ഭയമാണ്. ആ ഭയമാണ് ഈ ആളുകളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സെയിം ഒരു രീതി തന്നെയാണ് ചിന്മയദാസിനും അവിടെ അനുഭവിക്കുന്നത്. അല്ലാതെ അദ്ദേഹം ഒരു വില്ലനോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ടെററിസ്റ്റ് ആയതുകൊണ്ടല്ല. അപ്പൊ അത് ഒരു കാര്യം ജസ്റ്റ് ഞാൻ പറഞ്ഞതേ. കമ്മിങ് ബാക്ക് ടു യുവർ അങ്ങയുടെ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്, തീർച്ചയായിട്ടും ചൈനയെ നമുക്ക് നേരത്തെ ഡോക്ടർ ജയരാജ് പറഞ്ഞത് അതിനകത്ത് ഞാൻ യോജിക്കുന്നുണ്ട്. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ താല്പര്യം എവിടെയൊക്കെയാണോ അവരത് തീർച്ചയായിട്ടും അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ, അങ്ങനെ തന്നെ ഇനി ചെയ്യത്തുള്ളൂ. കാരണം ഇപ്പൊ തന്നെ ബംഗ്ലാദേശിൽ തന്നെ ഈ ഷേഖ് ഹസീനയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ചൈന. ഭാരതമായിട്ട് അടുപ്പമുണ്ടായിരുന്നു, പക്ഷെ ചൈനയായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു അവർ. ഇൻഫാക്ട് അവരുടെ അവസാനത്തെ യാത്ര ഈ വർഷം പോയപ്പോഴാണ് ഒരു അകൽച്ച എന്നുള്ള രീതിയിലേക്ക് ചൈനയുമായിട്ട് ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവാൻ ഒരു കാരണം. പക്ഷെ എന്നാലും ഷേഖ് ഹസീനയുടെ ഭരണത്തിന് സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയെ വളരെയേറെ ശക്തമായിട്ട് എതിർത്ത ഒരു കക്ഷിയും കൂടിയാണ് ചൈന. പക്ഷെ ഷേഖ് ഹസീന പോയത് ഉടനെ തന്നെ തിരിച്ച് അവരുടെ നിറം മാറി അവരിപ്പം ജമാഅത്തിന്റെയും അവിടുത്തെ ആളുകളെയുമായിട്ട് സമ്പർക്കം നടത്തുകയും, അതായത് അവിടുത്തെ അംബാസിഡർ, ചൈനീസ് അംബാസിഡർ ഇൻ ബംഗ്ലാദേശ്, അവർ പറഞ്ഞ ഏറ്റവും വലിയ വിലപ്പെട്ട പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ജമാഅത്ത് എന്നാണ് അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഗ്രൂപ്പ് ചൈനയിലോട്ട് പോവുകയും അതിന്റെ അർത്ഥം ക്ലിയർ ആയിട്ട് അവർ ഒരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു പ്ലാനിങ് ഉണ്ട്. അവരുടെ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താണ്, പാകിസ്ഥാനിന് എവിടെ ബേസ് കിട്ടുന്നോ അവിടെ ചൈനയ്ക്കും ബേസ് കിട്ടും എന്നുള്ളൊരു തോന്നലാണ്. അതാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടിട്ടുള്ളത്, അതാണ് അവർ പാകിസ്ഥാനിലെ ഉള്ളിൽ തന്നെ അവർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ബംഗ്ലാദേശിലും ചെയ്യുന്നത്. ജമാഅത്തും പാകിസ്ഥാനുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് 1941 തൊട്ടുള്ള ഒരു ചരിത്രം. ഈ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് 1971 ബംഗ്ലാദേശിന്റെ ഇൻഡിപെൻഡൻസിന് എതിരായിട്ട് പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു സംഘടനയാണ്. അവരുടെ ആളുകളെ വളരെ ക്രൂരമായിട്ട് തന്നെ അവരെ ഇല്ലാതാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതാണ് 71. അതിനകത്ത് 2 ലക്ഷത്തിൽ മുകളിൽ സ്ത്രീകളെ റേപ്പ് ചെയ്യും മറ്റു ചെയ്തതിനൊക്കെ മുൻപന്തിയിൽ നിന്നിട്ടുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ്. അത് കഴിഞ്ഞ് 71 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പം അവരെ നിരോധിച്ചു. പക്ഷെ എന്നാലും അവിടുന്ന് ഒരിക്കലും അവരുടെ പ്രവർത്തനത്തിൽ ഒരു കാര്യവും വലിയ രീതിയിൽ മാറ്റം വന്നില്ല. അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം. കാരണം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മിലിറ്ററി റെജീം വന്നപ്പോൾ വീണ്ടും ജമാഅത്ത് ഇസ്ലാമി തിരിച്ചു വന്നു. ഇതേപോലെ തന്നെ ആയിരുന്നു പാകിസ്ഥാനിലും നടന്നത്. പാകിസ്ഥാനിലും ആദ്യം ഭുട്ടോ വന്നപ്പം ഇവരെ ഒതുക്കി നിർത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് സിയാ ഉൽ ഹക്ക് വന്നപ്പോൾ വീണ്ടും അവിടുത്തെ ജമാഅത്തും വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു മിലിറ്ററി റൂൾ വരുമ്പം എപ്പോഴും ജമാഅത്ത് അക്കാർക്ക് ഒരു പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. അവിടെ ചൈനയ്ക്കും അതിനുള്ള ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, ഈ ഒരു ജമാഅത്തിന്റെ പ്രസൻസ് കാരണം എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വർഷങ്ങളോ 71 തൊട്ടുള്ള ആ റാഡിക്കലൈസേഷൻ അത് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് താഴെ തട്ടിൽ വരെ പോയിട്ടുണ്ട്. ഞാൻ ഒരു സംഭവം പറയാം ഷ്യാനിൽ. അതായത് ഞാൻ യുണൈറ്റഡ് നേഷൻസിൽ കോങ്കോയിൽ ഒരു മിലിറ്ററി ഒബ്സർവർ ആയിട്ട് പോയ സമയത്ത് 2007-2008 സംഭവമാണ്. 2007 നമുക്കറിയാം, നമ്മളെ ഇന്ത്യ T20 വേൾഡ് കപ്പ് ജയിച്ച ഒരു വർഷമായിരുന്നു. ആ കളി ഞങ്ങൾ അവിടെ ഒരു വലിയ ഒരു ഹാളിൽ ഇരുന്നാണ് കണ്ടത്. ഒരു വശത്ത് പാകിസ്ഥാനി ഓഫീസേഴ്സും ഒരു വശത്ത് ഇന്ത്യൻ ഓഫീസേഴ്സും, അതിന്റെ സെന്ററിൽ സൗത്ത് ആഫ്രിക്കൻ, ബംഗ്ലാദേശി, അങ്ങനെ എല്ലാവരും ഉണ്ട്. ആ കളി ഓർക്കുന്നവർക്ക് അറിയാം, അത് വളരെ ഒരു ടഫ് ആയിട്ടുള്ള ഒരു കളിയായിരുന്നു. ചിലപ്പോൾ ഇന്ത്യ ജയിക്കും, ചിലപ്പോൾ ബംഗ്ലാദേശ് ജയിക്കും എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ളത്. അവസാനം എനിക്ക് തോന്നുന്നു സന്ദീപ് ശർമ്മയുടെ ബോളിൽ മിസ്ബാഹുൽ ഹക്ക് അടിക്കുകയും ശ്രീശാന്ത് ക്യാച്ച് ചെയ്ത് നമ്മൾ ജയിക്കുമായിരുന്നു. അപ്പൊ അത് ജയിച്ചു കടന്ന് നമ്മളെല്ലാം വളരെ നല്ലൊരു സന്തോഷ പ്രകടനം. അതുപോലെ തന്നെ പാകിസ്ഥാനി ഓഫീസേഴ്സ് അവർ വന്ന് ഷേക്ക് ഹാൻഡും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു.
അതേ സമയത്ത് അവിടെ കരച്ചിൽ ഞങ്ങൾ കണ്ടത് ലിറ്ററലി കരഞ്ഞുകൊണ്ടിരുന്നത് ബംഗ്ലാദേശി ഓഫീസേഴ്സ്, ബംഗ്ലാദേശിയിലെ ആളുകളായിരുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് നമ്മളെല്ലാം ഇൻഹരിയർ നഗറിലെ ജഗദീഷ് കരയുന്നതൊക്കെ ഉള്ള ഒരു രീതിയിലായിരുന്നു. അവർ പൊട്ടിക്കരയായിരുന്നു. അപ്പം ഈ പാകിസ്ഥാനി ഓഫീസേഴ്സ് തന്നെ അതിശയപ്പെട്ടു, ഇവരെന്തിനാണ് കരുതുന്നത്, ഞങ്ങളാണ് തോറ്റത്, ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷെ അവർ തോറ്റു. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഇവരെ ഉള്ളിലുള്ള എത്രമാത്രം ആ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ഭാരതത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഹേട്രഡ് ഒരു വിഭാഗം ആളുകൾ, അതായത് നേരത്തെ പറഞ്ഞ സൈന്യത്തിന്റെ ഉള്ളിൽ തന്നെ ഒരു വിഭാഗം ആളുകളിൽ ആ ഒരു കാര്യം ഉണ്ട് എന്നത് അപ്പൊ മനസ്സിലായി. അത് കഴിഞ്ഞിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം എപ്പോഴും വരുന്നത്. അതാണ് ഇപ്പം ഇവിടെ നടക്കുന്നത്. നേരത്തെ ശ്രീ ശങ്കുട്ടിദാസ് വളരെ കൃത്യമായിട്ട് ആ പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ എങ്ങനെയാണ് കുറഞ്ഞു വന്നതെന്ന് പറഞ്ഞു. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് മെഷീനറി ഇത് നിർത്താനുള്ള രീതിയിലേക്ക് ഇല്ല. അവിടെ പോലീസ് ഫോഴ്സ് ഡിസ്ഫങ്ഷനിലാണ്, ഒന്നും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും ലാസ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ആർമിയാണ്. ആർമിയെ ഇറക്കണമെങ്കിൽ തന്നെ ആർമിയിലുള്ളിൽ തന്നെ ഇത്രയുമായിട്ടുള്ള റാഡിക്കലൈസ്ഡ് ആളുകളുള്ളപ്പം അവരും ഒന്നും ചെയ്യത്തില്ല. ഇപ്പൊ തന്നെ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ നിന്ന് ഇവിടം വരെ നടന്നിട്ടുള്ള പല സംഭവങ്ങളിലും ആർമി നോക്കി നിൽക്കുകയാണ് അവിടെ ഹിന്ദുസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള അട്രോസിറ്റീസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു സിസ്റ്റം ഇത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ ഒരു 7.94% അല്ലെങ്കിൽ 84% ഓഫ് പോപ്പുലേഷൻ ആണെങ്കിൽ ഇനി ഒരു 10 വർഷം ഇതേപോലെ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു നോൺ സെക്യുലർ നോൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് ബംഗ്ലാദേശിൽ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 71ന്റെ ഒരു റിപ്യൂട്ടേഷൻ ആയിട്ട് മാറും. പക്ഷെ 71ൽ ധാരാളം പോപ്പുലേഷൻ ആണ് വന്നെങ്കിൽ ഈ 10 വർഷം കൊണ്ട് അവിടെ സംഭവിക്കാൻ പോകുന്നത് വളരെ കുറച്ച് ഹിന്ദുക്കൾ മാത്രമേ അവിടെ നിൽക്കാൻ പോകുന്നുള്ളൂ. കാരണം അത്രമാത്രം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറും. അതിനുവേണ്ടി ആ ഒരു നമ്മുടെ ഭാരതത്തിന്റെ ഈസ്റ്റേൺ ഫ്ലാങ്ക് അല്ലെങ്കിൽ ഈസ്റ്റേൺ ആ ഒരു ഏരിയയിൽ കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റബിലിറ്റി കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത ചൈനയ്ക്ക് നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണ് ഷേഖ് ഹസീന വന്ന സമയത്ത് പോലും അവർ വളരെ രീതിയിൽ ചൈനയായിട്ട് അടുപ്പം ഉണ്ടെങ്കിൽ തന്നെയും ബംഗ്ലാദേശിന്റെ ഉള്ളിലുള്ള എല്ലാ ടെററിസ്റ്റ് ക്യാമ്പിനെയും അവർ നിർത്തിപ്പിച്ചു. കാരണം പണ്ട് നടക്കുന്ന ആസാം, ത്രിപുര ഈ ബോർഡേഴ്സിലൊക്കെ അവിടെ നിന്ന് ഈ തീവ്രവാദികൾ എന്തെങ്കിലും പ്രഷർ വരുമ്പോൾ അവർ നേരെ ബംഗ്ലാദേശിൽ വരുമായിരുന്നു. ബംഗ്ലാദേശിൽ അവിടെ നിൽക്കും, വീണ്ടും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വീണ്ടും ബംഗ്ലാദേശിൽ വരുമായിരുന്നു. അത് ഷേഖ് ഹസീന കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം നോർത്ത് ഈസ്റ്റിൽ എത്രമാത്രം ഒരു ശാന്തിയും അല്ലെങ്കിൽ ഡെവലപ്മെന്റ് നടക്കുന്ന അതിന്റെ ഒരു പ്രൈം റീസൺ അവിടുത്തെ ഈ ഒരു ടെററിസത്തിനെ നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അവിടെയും ചൈനയുടെ റോൾ എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം, എങ്ങനെയാണ് അവിടെ ഫണ്ടിങ് നടക്കുന്നത്, എവിടുന്നാണ് ആംസ് വരുന്നത് എന്നൊക്കെ ഉള്ള വളരെ കൃത്യമായിട്ട് അറിയാം. ഇനി മ്യാൻമാർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മ്യാൻമാറിൽ ഓപ്പൺ ആയിട്ടാണ് ചൈനയുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ചൈനയുടെ റോൾ. അപ്പൊ ആ രീതിയിൽ ചൈനയെ സംബന്ധിച്ചോളം അവരെപ്പോഴും ഭാരതത്തിന് എവിടെയൊക്കെ ട്രബിൾ ചെയ്യാൻ പറ്റും അത് അവരുടെ ഒരു നാഷണൽ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു സ്ട്രാറ്റജിക് ഉണ്ട്. ഇനി ഭാരതത്തെ മാത്രമല്ല അവർ ചെയ്യുന്നത്, അത് യു എസിന്റെ ഇലക്ഷൻസിനെ പോലും സ്വാധീനിക്കാൻ പറ്റുന്ന ശ്രമങ്ങൾ വരെ അവർ നടത്താറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം അവരുടെ ഒരു സ്റ്റേറ്റ് പോളിസിയാണ്, അവരുടെ ഏത് രീതിയിൽ എന്തും ചെയ്യാനുള്ള ഒരു പ്രവണത അവർക്കുണ്ട്. അതിന്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ ബംഗ്ലാദേശിൽ കൃത്യമായിട്ട് പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട്, പാകിസ്ഥാന്റെ ISI ഉപയോഗിച്ചുകൊണ്ട്, പാകിസ്ഥാന്റെ ISI ജമാഅത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ടും ഹിന്ദുസിന്റെ അഗേൻസ്റ്റ് ആയിട്ടും അവിടെ ഇപ്പൊ നടക്കുന്ന ഈ ആക്രമണം അവര് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടെന്ന് യാതൊരു സംശയമില്ല.